സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ക്ഷീണം ഇപ്പോഴും CPIM-ന് തീർന്നിട്ടില്ല എന്നാണ് ചില ശത്രുക്കൾ പറഞ്ഞ് കളിയാക്കുന്നത്. എന്നാൽ എല്ലാ ശത്രുക്കളെയും നിഷ്പ്രഭരാക്കുന്ന ഒരു വാദവുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്തരം സമരങ്ങളിൽ ചില സമയത്തുള്ള പിൻവാങ്ങൽ അടവ് നയത്തിന്റെ ഭാഗമാണ് എന്നാണ് കണ്ടെത്തൽ. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടതു മുതലുള്ള അടവ് തന്ത്രങ്ങളെക്കുറിച്ച് കേൾക്കുക. മുഖ്യമന്ത്രി എന്ന് ക്യാബിനറ്റ് കൂടിയതും വേണമെങ്കിൽ CPM വിചാരിച്ചാൽ തടയാമായിരുന്നു. അല്ല, എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സമരത്തിൽ പല അടവുകളും ഉണ്ടാവും. ആ സമരത്തിലെ ഒരു അടവാണ്, അടവും തന്ത്രവും ഉണ്ടാവും. അതേസമയം അപ്പോഴും നിങ്ങൾ 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു പകൽ വെളിച്ചം പോലെ ഒരു പരമാർത്ഥമല്ലേ അതെ. അപ്പൊ ആ അടവുകൾ കറക്റ്റ്, വളരെ ശരിയാണ്, ഒരു സംശയമില്ല. അത് വെറും നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനുള്ള ഒരു അടിയന്തരമായ മറുപടി എന്നുള്ള അർത്ഥത്തിലല്ല, ഗവൺമെന്റിന്റെ അടവായിരുന്നു. എന്താണ് ഗവൺമെന്റിന്റെ അടവ്? 2 ദിവസം ഇതിന് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഗവൺമെന്റ് വിചാരിച്ചത് സമരം അവസാനിപ്പിച്ച് പോകുമെന്നാണ്. ആ ഗവൺമെന്റ് അടവിനെ പരാജയപ്പെടുത്തുകയാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചെയ്തത്. അപ്പോഴാണ് ഞാനിവിടെ വിശദീകരിച്ചു. എൻ്റെ സുഹൃത്ത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആലോചിച്ച് പോയിട്ടുണ്ടാവും. ഞങ്ങൾ പറഞ്ഞു, ഞായറാഴ്ചയും സെക്രട്ടേറിയറ്റിന് അവധിയുള്ള ഞായറാഴ്ചയും സമരം ചെയ്യാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 2 ദിവസം അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല. അപ്പോഴാണ് ഞങ്ങളുടെ അടവ്, ഗവൺമെന്റ് എടുത്ത ഈ സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുക എന്നുള്ള അടവ് ഇവരുടെ അടുത്ത് ചെലവാവുകയില്ല എന്ന് ഗവൺമെന്റ് മനസ്സിലായിട്ട് ഒരു മുട്ടു മടക്കേണ്ടി വന്നത്. അത് ഞങ്ങളുടെ അടവ് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി കുറച്ചു കാലം കൂടി ഇരുന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കുറച്ചു കാലം കൂടി ഇരിക്കണ്ട എന്ന് UDF-ൽ തന്നെ ചിലർക്ക് താല്പര്യമുണ്ട്. UDF-ൽ തന്നെ ചിലർക്ക് താല്പര്യമുണ്ടെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതെല്ലാം CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നല്ല പരിണിതപ്രജ്ഞതയുള്ള രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ ഉചിതമായി ഇക്കാര്യത്തിൽ ഓരോ സമയത്ത് തീരുമാനമെടുക്കും. അതെല്ലാം LDF-ന്റെ മുന്നേറ്റത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. അടവ് എന്ന് പറയുന്നത് ഒരു സമരത്തിൽ സ്വീകരിക്കുന്ന സമീപനമാണ്. നമ്മുടെ നാട്ടിൽ അടവെന്ന് പറയുന്നത് ഒരു ചെറിയ തട്ടിപ്പെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഫുട്ബോൾ കളിയിൽ സ്ട്രാറ്റജിയും ടാക്ടിക്സും ഉണ്ട്, സമരത്തിലുണ്ട് സ്ട്രാറ്റജിയും ടാക്ടിക്സും. ആ അർത്ഥത്തിൽ ടാക്ടിക്സ് എന്നുള്ള വാക്ക് വളരെ ബഹുമാനപൂർണമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു ദീർഘകാല ലക്ഷ്യമാണ് സ്ട്രാറ്റജി, തന്ത്രം. ആ ദീർഘകാല ലക്ഷ്യം, സ്ട്രാറ്റജി നേടിയെടുക്കാൻ വേണ്ടി ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ എടുക്കേണ്ട നിലപാടുകളും സമര രീതികളും ഉണ്ട്. അതാണ് അടവ്. ആ അർത്ഥത്തിലാണ് അടവിനെ കാണേണ്ടത്. CPIM-ന്റെ മുമ്പിലുള്ളത് വളരെ ഒരു കൂറ്റൻ പ്രശ്നമാണ്. എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ക്ലേശമനുഭവിക്കുന്ന ജനങ്ങളുടെയും താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ പാർട്ടി EMS-നെയും AKG-യെയും സുന്ദരയെയും ജ്യോതിബാസുവിനെയും BTR-നെയും ഒക്കെ പോലെയുള്ള ഏറ്റവും ത്യാഗധനരായ നേതാക്കന്മാർ, താരതമ്യമില്ലാത്ത ലളിത ജീവിതത്തിന്റെ ത്യാഗസന്നദ്ധതയുടെ ഉടമകളായ നേതാക്കന്മാർ, അവര് ഒരു 7 പതിറ്റാണ്ടുകാലം കെട്ടിപ്പടുത്തിയ ഈ പാർട്ടി, ആ പാർട്ടിക്ക് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമെല്ലാം വലിയ സ്വാധീനമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ആ പാർട്ടിക്ക് ഇനിയും വേണ്ട തോതിൽ സ്വാധീനം നേടിയെടുക്കാൻ കഴിയുന്നില്ല? ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി പുതിയ അനുഭവങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്.
എന്തൊരു ഭംഗി. ഇനി തെരഞ്ഞെടുപ്പ് തോൽവികൾ വരുമ്പോൾ അതും അടവ് നയമാണെന്ന് പറയാതിരുന്നാൽ മതി. ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ നടത്തുന്ന ഒത്തുതീർപ്പ് അടവുകളുടെ ഇമാതിരി കഥകൾ ഇനിയും കേൾക്കേണ്ടി വരുമെന്ന ആശങ്കയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് സീറ്റ് തേടൽ. രണ്ടുപേരും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. ഒരാൾ മനസ്സ് വെച്ചിട്ട് ഒരാൾ അങ്ങനെ നടക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടായി എന്നെ മത്സരിപ്പിക്കാനൊരു തീരുമാനം എടുത്തില്ല.